ഇവിടേക്ക് BJPയുടെ പ്രവർത്തകർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഒരു മനുഷ്യ മഹാസമുദ്രമായി മാറാൻ പോവുകയാണ്. ഈ ആൾക്കൂട്ടം ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. വരുന്ന 26-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജൂൺ മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ശ്രീ അനിൽ കെ ആന്റണി ആയിരിക്കും പത്തനംതിട്ടയിൽ നിന്നും നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ എത്തുക എന്നുള്ള യാഥാർത്ഥ്യം. അതിനനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഭാരതത്തിലെമ്പാടും നിലകൊള്ളുകയാണ്. സാധാരണ നമ്മെ വിമർശിക്കുന്ന നമ്മുടെ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ അതിൻ്റെ ഗൗരവത്തിൽ കൊടുക്കാത്ത ഒരു പത്രം ഇന്നലെ ആണിരോഗ വിദഗ്ധൻ കേരളത്തിൽ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള അതേ ഒരു കോളത്തിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ വാർത്ത ഇതാണ്: ഇന്ത്യ 6.8% വളർച്ച നേടും. IMF ഇന്ത്യ ഈ വർഷം 6.8% വളർച്ച കൈവരിക്കുമെന്ന് രാജ്യാന്തര നാണ്യനിധി ആഭ്യന്തര ആവശ്യത്തിലെ വർധനവും ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ളവരുടെ എണ്ണത്തിലുണ്ടായ വർധനവും വളർച്ച വേഗത്തിലാക്കുമെന്നും IMF വിലയിരുത്തുന്നു. 6.5% വളർച്ച നേടുമെന്നാണ് ജനുവരിയിൽ IMF കണക്കാക്കിയിരുന്നത്. ഇതോടെ ലോകത്തിലെ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്നു. അടുത്ത വർഷം പ്രതീക്ഷിക്കുന്ന വളർച്ച 6.5%. ചൈന ഈ വർഷം 4.6% വളർച്ചയാവും നേടുക. അടുത്ത വർഷം ഇത് 4.1% കുറയും. ആഗോള സാമ്പത്തിക വളർച്ച 3.2% തുടരും. അതേസമയം ഏഷ്യൻ രാജ്യങ്ങളുടെ മൊത്തം വളർച്ചയിൽ നേരിയ കുറവുണ്ടാകുമെന്ന് IMF റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ രാജ്യങ്ങൾക്ക് പ്രത്യേക താൽപ്പര്യം വേണമെന്നും IMF മുന്നറിയിപ്പ് നൽകുന്നു. ഈ വാർത്ത സൂചിപ്പിക്കുന്നത് നമ്മുടെ അന്തർദേശീയ ശരാശരിയിൽ നിന്നും വളരെയധികം ഇരട്ടിയായി ഭാരതത്തിൻ്റെ സാമ്പത്തിക വളർച്ച കൂടിയിരിക്കുന്നു എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുമ്പോൾ ഭാരതം ലോകരാഷ്ട്രങ്ങളിലെ സാമ്പത്തിക ശക്തിയിൽ 11ാമതായിരുന്നു. ഇന്ന് ഭാരതം ലോക രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക ശക്തിയിൽ 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രകടന പത്രിക 3 ദിവസം മുമ്പ് ആരാധ്യനായ നരേന്ദ്രമോദിയും നമ്മുടെ പ്രസിഡന്റ് JP നഡ്ഡയും ഒക്കെ ഡൽഹിയിൽ റിലീസ് ചെയ്തു. ആ പ്രകടന പത്രികയിൽ പറയുന്നത് വരുന്ന 3 വർഷം കൊണ്ട് ഭാരതം ലോകത്തിലെ 3ാം സാമ്പത്തിക ശക്തിയായി വളരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അനവരതം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതം, സാമ്പത്തിക രംഗത്ത് ഒരു കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരതം, ആ ഭാരതത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് അന്തർദേശീയമായും ദേശീയമായും പ്രാദേശികമായും പ്രസക്തിയുണ്ട്. അന്തർദേശീയമായ പ്രസക്തി ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതം എത്തിച്ചേരുകയാണ്. ആ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൽ സകല മാധ്യമങ്ങളും ഒന്നായി പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആകാൻ പോകുന്നത് എന്ന്. തെരഞ്ഞെടുപ്പ് മുമ്പ് നടന്ന സർവേകളിൽ 58% ആൾക്കാരും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണം എന്നാഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇതിനു മുമ്പുള്ള 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു നേതാവിനും ഇതുപോലെ പ്രാമുഖ്യം ലഭിച്ചിട്ടില്ല. അപ്പൊ ലോകത്തിൽ ആദ്യമായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ, ഇന്ത്യയിൽ നടക്കുന്ന 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നേതാവ് പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായിട്ടാണ് ബഹുമാനപ്പെട്ട അനിൽ കെ ആന്റണി ഇവിടെ മത്സരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്ന നരേന്ദ്രമോദിക്കാണ്. അപ്പുറത്തെ കക്ഷികൾ 28 പേരുള്ള ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടന കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നു. മഹാഗഠബന്ധൻ, INDIA മുന്നണി കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നു. അവർക്ക് ആരാ നേതാവ് എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനില്ല. പണ്ടൊക്കെ തെരഞ്ഞെടുപ്പിൽ ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി എന്ന് കുട്ടികൾ പാട്ടുപാടി നടക്കുമായിരുന്നു. എതിർഭാഗം കുട്ടികൾ പറയും,
കറിയാ ഞങ്ങളുടെ നേതാവ്, അടിയാ ഞങ്ങളുടെ പരിപാടി എന്ന് പറയും. ആ രീതിയിലാണ് അപ്പുറത്ത് നിൽക്കുന്ന കക്ഷികൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോ അവർക്കൊക്കെ ശക്തമായ മറുപടി കൊടുക്കുവാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് BJP കാണുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് പത്തനംതിട്ടയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തുള്ള രാഷ്ട്രീയ കക്ഷികൾ അവരുടെ പ്രകടന പത്രിക 3-4 ദിവസം മുമ്പ് പുറത്തിറക്കിയുണ്ടായി. ആ പ്രകടന പത്രികയിൽ പറയുന്നു, അവർ അധികാരത്തിൽ വന്നാൽ ആർട്ടിക്കിൾ 370 അനുച്ഛേദം 370 റദ്ദാക്കും എന്ന് പറയുന്നു. അവർ അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യത്ത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്, നിലവിൽ വന്നിരിക്കുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഇല്ലാതാക്കും എന്ന് പറയുന്നു. അവർ അധികാരത്തിൽ വന്നാൽ മുത്തലാഖ് നിരോധന നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു, അത് ഇല്ലാതാക്കും എന്ന് പറയുന്നു. അങ്ങനെ വർഗീയ ശക്തികളുടെ പിന്തുണയ്ക്ക് വേണ്ടി രാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒരു വശത്തും, മറിച്ച് ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തിനു വേണ്ടി നരേന്ദ്രമോദിയുടെ കീഴിൽ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുവാൻ വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ്. CPM ആണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പില് 4 പേര് അവരുടെ ജയിക്കും എന്നുറപ്പില്ല. എന്തിനു വേണ്ടിയാ 4 പേര് ജയിക്കണമെന്ന് പറയുന്നത്? 4 പേരെങ്കിലും ജയിച്ചില്ലെങ്കിൽ അവരുടെ അരിവാൾ ചുറ്റിക നക്ഷത്രം പോവുകയാണ്. ഇവിടെ AK ബാലൻ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ ചിഹ്നം നമുക്ക് അടുത്ത പ്രാവശ്യം, ഇപ്രാവശ്യം നമുക്ക് 4 സീറ്റെങ്കിലും ലഭിച്ചില്ലെങ്കിൽ നമുക്ക് തേളിലോ പഴുതാരയിലോ പാമ്പിലോ ഒക്കെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും എന്ന CPM-ന്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് പറയുകയുണ്ടായത്. അതുപോലെ കോൺഗ്രസ് ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 44 സീറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ 34 സീറ്റും ദക്ഷിണേന്ത്യയിൽ നിന്നാണ്. ആ 34 സീറ്റിലും അവർ അടി പതറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കുടുംബാധിപത്യത്തിന് വേണ്ടി, വർഗാധിപത്യത്തിന് വേണ്ടി അവർ മത്സരിക്കുന്നു. മറിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകത്തിന്റെ 1ാം സാമ്പത്തിക ശക്തിയായിട്ട്, ലോക പോലീസായിട്ട് ഭാരതത്തെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ്. നമുക്കറിയാം, 10 വർഷം മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ എന്തായിരുന്നു സ്ഥിതി? ആകാശത്ത് അഴിമതി, ഭൂമിയിൽ അഴിമതി, വെള്ളത്തിൽ അഴിമതി, പാതാളത്തിൽ അഴിമതി. അങ്ങനെ ഭൂമിയുടെ വിവിധ പ്രദേശങ്ങളിൽ അഴിമതി ഉണ്ടായിരുന്ന ആ സർക്കാർ, UPA സർക്കാർ, ആ UPA സർക്കാരിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത്. അതിനുശേഷം നടത്തിയ 423-ലധികം ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നേതാക്കന്മാർ ഇവിടെ വിശദീകരിക്കും. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ഈ പത്തനംതിട്ട BJP-യുടെ ജില്ലാ പ്രസിഡന്റും ഈ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന ആളുമായ നമ്മുടെ VA സൂരജാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള, നിങ്ങളെല്ലാം കാതോർത്തിരിക്കുന്ന നമ്മുടെ നേതാവ് AP അബ്ദുള്ളക്കുട്ടി, അദ്ദേഹം ഈ സമ്മേളനത്തിൽ സംസാരിക്കുന്നുണ്ട്.